ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPM ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണെന്ന പോലീസ് കണ്ടെത്തലിന് പിന്നാലെ വിഷയം ശക്തമായി മുന്നോട്ട് വെച്ച് CPMനെ പ്രതിരോധത്തിലാക്കുകയാണ് UDF. ഇതിനു പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട്. കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത്. വിവാദത്തിന് പിന്നിൽ അടിമുടി CPMകാരാണ്. പക്ഷേ എന്തുകൊണ്ട് അവരെ പ്രതികളാക്കുന്നില്ല? നിയമ നടപടി തുടരും. വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ്. ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യം ചെയ്യില്ല. CPM പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണം. പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണ്. ആരുടെയും ഒറ്റബുദ്ധിയിൽ തോന്നിയതായി എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്ക് പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുന്നെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉദ്ദേശം വോട്ടർമാരെ ഭിന്നിപ്പിക്കലാണെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചവരെല്ലാം മാപ്പ് പറയണം. ഇത് ഉണ്ടാക്കിയവരും അത് ഉപയോഗിച്ച് പ്രചരണം നടത്തിയവരും അടിമുടി CPMകാരാണ്. ഇവരെ CPM പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യണം. ഇതിനെതിരെ റെഡ് എൻകൗണ്ടർ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖമില്ലായിരുന്ന പ്രതികൾക്കിപ്പോൾ മുഖമുണ്ട്. എന്നിട്ടും കേസെടുക്കുന്നില്ല. പോലീസ് അന്വേഷണം സ്ലോ മോഷനിലാണ്. മറ്റു പാർട്ടിക്കാരായിരുന്നെങ്കിൽ എന്തായിരുന്നേനെയെന്നും ഷാഫി ചോദിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു. ഇതിനെതിരെ കാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടെത്തിയത്. റെഡ് എൻകൗണ്ടേഴ്സ്, റെഡ് ബറ്റാലിയൻ എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് അന്വേഷണത്തോട് സഹകരിക്കാത്ത ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും മാതൃകാ കമ്പനിയായ മെറ്റയെ പോലീസ് പ്രതി ചേർത്തിരുന്നു. സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചവരെല്ലാം മാപ്പ് പറയണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുമ്പോൾ ഈ നിലപാടിലൂടെ ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കാനാണ് UDFന്റെ നീക്കം. എന്നിരുന്നാൽ പോലും കോൺഗ്രസിൽ ഇതിന്റെ പേരിൽ ആഘോഷങ്ങൾ ഒന്നും തന്നെയില്ല. കാരണം ഈ സംഗതി അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതാണ് നിലപാട്. കോടതിയുടെ ഇടപെടലും പോലീസിന്റെ റിപ്പോർട്ടും അന്വേഷണവും ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ അത് വ്യാജമാണെന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞ വടകരയിലെ ജനങ്ങളോടുള്ള നന്ദിയും അദ്ദേഹം രേഖപ്പെടുത്തി. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല എന്നുള്ളത്. അതിപ്പോ കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ട് മാത്രം, കോടതി പറയുന്നത് കൊണ്ട് മാത്രം, സ്ലോ മോഷൻ പേസിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസിന്റെ റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വ്യക്തമാവുന്നതിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ തന്നെയാണ്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതറിയാതെ അതിൽ പെട്ടുപോകുന്ന സാധാരണ CPM പ്രവർത്തകൻ അവൻ എഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും നേതൃത്വത്തോടും ഇതെടുത്ത് ഉപയോഗിച്ചവരോടും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. ഇതെടുത്ത് ഉപയോഗിച്ച ആളുകൾ രാഷ്ട്രീയത്തിലുള്ളവർ, പ്രമുഖരായ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ ഐഡന്റിറ്റി ഒക്കെ വ്യക്തമാവുമെങ്കിലും സാംസ്കാരിക പ്രവർത്തകരൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇതെടുത്ത് ഉപയോഗിച്ച മുഴുവൻ ആളുകളോടും പറയുന്നു, നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് തിരുത്താൻ തയ്യാറാവണം. ചെയ്തു പോയത് തെറ്റായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന് വേണ്ടത് റെഡ് എൻകൗണ്ടർ തന്നെയാണെന്ന് വെച്ചാൽ CPM പ്രവർത്തകർ തന്നെ എഴുന്നേറ്റ് നിന്ന് ഇതിനെ എതിർക്കാൻ തുടങ്ങണം. ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല, അത് വാശിയേറിയ തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ വിചാരിച്ചിടത്തുനിന്ന് പരാജയപ്പെടുമെന്നൊരു ഘട്ടം വന്നപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കെതിരെ പറഞ്ഞ് എന്നുള്ളത് ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ അത്യാഹ്ലാദമോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ആഘോഷമൊന്നുമില്ല. കാരണം ഞങ്ങൾക്കിത് നേരത്തെ അറിയാവുന്നതാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. സന്തോഷം ഇതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വടകരയിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. കോടതിയുടെ ഇടപെടലും പോലീസിന്റെ റിപ്പോർട്ടും അന്വേഷണവും ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അത് വ്യാജമാണെന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞ വടകരയിലെ ജനങ്ങളോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ വേളയിൽ അറിയിക്കുകയാണ്. ഈ മുഖമില്ലാത്ത പലരുടെയും മുഖം തെളിഞ്ഞു തുടങ്ങുന്നത് നല്ല ലക്ഷണമാണ്. അല്ല, പോരാളിമാരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് നല്ല ലക്ഷണമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ അവരെ പാർട്ടിയെ തകർക്കാനുള്ള ആളുകളൊക്കെ ആയിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇവർക്ക് ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള ആളുകളായിരുന്നെങ്കിൽ
അതിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ആവശ്യാനുസരണം എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും വർഗീയമായി ആക്ഷേപിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചതിന് അവരാദ്യം തിരുത്തട്ടെ. എന്നിട്ടാണല്ലോ മുഖം ഇല്ലാത്ത ആളുകളായതുകൊണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം തള്ളി പറഞ്ഞിരുന്നത്. ഇപ്പം മുഖമുള്ള ആളുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സജീവ അടിമുടി CPM പ്രവർത്തകരാണെന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്നുണ്ട്. അടിമുടി CPM പ്രവർത്തകർ. ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ ഉൾപ്പെടെ CPM-ന് വേണ്ടി നിരന്തരം പ്രതികരിക്കുന്ന ആളുകൾ ഇപ്പൊ ചിലരൊക്കെ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ലോക്ക് ചെയ്യുന്നതിന്റെ മുമ്പുള്ള വിവരങ്ങൾ ചില ആളുകൾ തേടി പോയപ്പോ അതിന്റെ പിന്നിൽ കാണുന്നതൊക്കെ ഫുൾ ടൈമർ എന്ന് പറയാവുന്ന തരത്തിലുള്ള CPM പ്രചരണങ്ങളാണ്. ഇപ്പൊ റിവേഷ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് അത് ആരാ ഉണ്ടാക്കിയെന്ന് പറയാൻ പ്രയാസമാണെന്നാണ് പിന്നെ പറയുന്നത്. പോലീസ് എന്തൊരു സോഫ്റ്റ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുക? അപ്പൊ കോടതിയുടെ ആവശ്യം വരില്ലായിരുന്നു, അപ്പൊ കോടതിയുടെ ഫോളോ അപ്പ് ആവശ്യം വരില്ലായിരുന്നു. മണിക്കൂറുകൾക്കകം തന്നെ നടപടിയെടുക്കാനും കേസെടുക്കാനും ഒക്കെ അത്യുത്സാഹത്തോടെ ഇറങ്ങുമായിരുന്ന പോലീസ് ഇക്കാര്യത്തിൽ സ്ലോ മോഷനിലാണ്. അതിന്റെ കാരണം എന്താ? ഇത് ചെന്ന് നിൽക്കുന്നത് ആരിലേക്കാണെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇവരൊക്കെ സാക്ഷികളായിട്ട് ചോദ്യം ചെയ്തു, എന്താ ഇവർക്കെതിരെ ഒന്നും കേസെടുക്കാത്തത്? ഇത് വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് കേസെടുക്കപ്പെടേണ്ട ആളുകളല്ലേ ഇവര്? എന്തുകൊണ്ട് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു? അതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഇനി ഇത് വ്യാജമാണെന്ന് ഇപ്പൊ എല്ലായിടത്തും തെളിഞ്ഞു. ആ തെളിഞ്ഞിട്ട് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്, പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അവർക്കെതിരെ കേസെടുക്കാത്ത എന്താ?